ജലീൽ കണ്ണമംഗലത്തിലേക്കാണ്. ജിദ്ദയിൽ നിന്നാണ് ജലീൽ വിവരങ്ങളുമായി ചേരുന്നത്. ജലീൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗൾഫ് മേഖല ഏകദേശം ഒരു ശാന്തം എന്ന് പറയുമ്പോഴും സൗദിക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന സൂചനകളുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ജനജീവിതം വളരെ ശാന്തമായ രീതിയിൽ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിലേക്ക് മാറുന്നുണ്ടോ? കൃഷ്ണ, ദിൽന, ഗുഡ് മോർണിംഗ്. സൗദിയിൽ വീണ്ടും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റിയാദിനടുത്ത ഖർജിൽ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട മിസൈലുകൾ സൗദി പ്രതിരോധ സേന തകർത്തു. 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് തടഞ്ഞത്. സൈനിക താവളത്തെയും പരിസരത്തെ സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ സാധിച്ചതിനാൽ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൗരന്മാരുടെ സംരക്ഷണത്തിനും ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങളെ ശക്തമായി നേരിടും എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക താവളമുള്ള അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് പലതവണ സൗദിക്ക് നേരെ ആക്രമണ ശ്രമങ്ങളുണ്ടായി. എന്നാൽ സൗദി പ്രതിരോധ സേന ഇതിൽ കൂടുതലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു. രാജ്യത്ത് എവിടെയും വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തില്ല എന്നത് വലിയ ആശ്വാസമാണ്. സൗദിയുടെ മധ്യമേഖല, കിഴക്കൻ പ്രവിശ്യ, വടക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആക്രമണ ശ്രമങ്ങൾ നടന്നത്. റിയാദ്, ഖർജ്, അൽജൌഫ്, റസ്തന്നൂറ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ജിദ്ദ, മക്ക ഉൾപ്പെടെ പടിഞ്ഞാറൻ നഗരങ്ങളിൽ ഇതുവരെ ഒരു തരത്തിലുള്ള ആക്രമണ ഭീഷണിയും ഉണ്ടായിട്ടില്ല. സൗദിയിലെ ജനജീവിതം ഒട്ടും തടസ്സമില്ലാതെ സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അമേരിക്കൻ താവളങ്ങൾ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും സൗദി അറാംകോ പോലുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ സൗദി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ അപലപിച്ചു കഴിഞ്ഞു. എന്നാൽ അറാംകോയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്നും അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നതാണ് എന്നുമാണ് ഇറാന്റെ പുതിയ വാദം. ഇതിനോട് സൗദി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. സൗദിയിലെ അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ഇറാന്റെ ലക്ഷ്യമെന്ന് സൗദി പലതവണ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. അതേസമയം സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ കഴിഞ്ഞ ദിവസം സൗദി വിദേശകാര്യ സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. പ്രവാസികളെയും യാത്രക്കാരെയും സംബന്ധിച്ചിടത്തോളം സൗദിയിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ പോലെ യാത്രാ തടസ്സങ്ങൾ കാര്യമായി നിലവിലില്ല. ഇന്ത്യയിലേക്കും തിരിച്ചും വിമാന സർവീസുകളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും യാത്രക്കാർക്ക് ഒരു പ്രധാന നിർദ്ദേശം നൽകാനുള്ളത് സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള പല വിമാനങ്ങളും ഒരേ സമയം സർവീസ് നടത്തുന്നതിനാൽ വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് കാരണം പലർക്കും കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കി വിമാനത്തിൽ കയറാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനാൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് എത്തുന്നതിന് പകരം കുറഞ്ഞത് 5 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്താൻ ശ്രദ്ധിക്കണമെന്ന് ജിദ്ദയിലെ എയർപോർട്ട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നുണ്ട്. കൃഷ്ണ, ജില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.